ഹായ് നമസ്കാരം, എല്ലാവർക്കും മലയാളം ടെക് ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ. നമ്മളെല്ലാവരും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ വളരെ വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഏകദേശം അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇപ്പോൾ ജിയോയുടെ ഓഫറിന് ശേഷം ഒരുപാട് പേര് യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിപ്പോൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫോണിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരുപാട് ഓപ്ഷൻസും ഫീച്ചേഴ്സൊന്നും ഒരു പക്ഷേ നിങ്ങൾ ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ, അതായത് യൂട്യൂബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാറില്ല. അപ്പോൾ അതിനെപ്പറ്റി ഏതൊക്കെ രീതിയിലുള്ള ഫീച്ചേഴ്സാണ്, അതിൻ്റെ ഓപ്ഷൻസാണ് നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്, സത്യം പറഞ്ഞാൽ അതിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള ട്രിക്കുകളും ടിപ്സും ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മളെ ഫോണിനകത്തുള്ള യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ തന്നെ അത് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണിക്കും. അതിൽ ആദ്യത്തേതാണ് ഹോം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തേത് ഏറ്റവും ട്രെൻഡിങ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഈ ട്രെൻഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വൈറലായിട്ടുള്ള പോപ്പുലർ വീഡിയോസിൻ്റെ ലിസ്റ്റാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ മലയാളം ടെക് വീഡിയോസിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസിൻ്റെ ലിസ്റ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസിൻ്റെ ലിസ്റ്റാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു രാജ്യത്താണ് ഇപ്പോൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ആദ്യം സെറ്റിങ്സ് എടുക്കുക. യൂട്യൂബിൻ്റെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം അതിൽ ജനറൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടൻറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് അതിൽ കാണിക്കും. അപ്പോൾ അതിൽ ഏത് രാജ്യത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ന്യൂസിലാൻഡ് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ വെറുതെ ഒന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രെൻഡിങ്ങിൻ്റെ ഭാഗത്ത്, അതായത് ഒന്ന് ലോഡാവാൻ സമയം പിടിക്കും, നിങ്ങൾ ട്രെൻഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ന്യൂസിലാൻഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസ്, അവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങളിപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ട്രെൻഡിങ് വീഡിയോസ് തന്നെ കാണാം. പക്ഷേ ഇനിയിപ്പോൾ പുറത്ത് ഇപ്പോൾ അറേബ്യൻ കൺട്രീസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഇപ്പോൾ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ യൂട്യൂബ് വീഡിയോസ് കാണാൻ കൊടുക്കാറുണ്ട്. അവർക്ക് ഉള്ള ഒരുപാട് വീഡിയോസ്, കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അത് നമുക്ക് വളരെ വിശ്വസിച്ച് കൊടുക്കാൻ കഴിയില്ല. കാര്യം എന്താ വെച്ചാൽ വളരെ മോശപ്പെട്ട വീഡിയോസ് അല്ലെങ്കിൽ മോശപ്പെട്ട കണ്ടൻറ്റുകളുള്ള വീഡിയോസ് യൂട്യൂബിൽ ഒരുപാടുണ്ട്. അതായത് 18+ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. പോൺ കണ്ടൻറ്റുകളുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, 18 വയസ്സിന് താഴെയുള്ളവർക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഒരു പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാര്യം അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഈ പറയുന്ന യൂട്യൂബ് ആപ്ലിക്കേഷൻ വഴി നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്ത് ഏതൊക്കെ വീഡിയോസാണ് അവർക്ക് കാണുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏത് കണ്ടൻറ്റാണ് പ്ലേ ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം ജനറൽ ക്ലിക്ക് ചെയ്യുക. ജനറൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ റെസ്ട്രിക്റ്റഡ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ അത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കണ്ടൻറ്റും, മോശമായിട്ടുള്ള 18+ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റും ഇനി ഈ ആപ്ലിക്കേഷനിൽ പ്ലേ ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങളെ വീട്ടിലുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള ആർക്കും ഈ പറഞ്ഞ പോലെ യൂട്യൂബിൻ്റെ ആപ്പ് സ്വതന്ത്രമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ വേറൊരു ഓപ്ഷനാണ് വീഡിയോ ക്വാളിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ടെക് ടോക്ക് മലയാളമാണ്. ടെക് ടോക്ക് മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ്, ഇതുപോലുള്ള നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. ഒരു ദിവസം ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അവസാനമായി ചെയ്തിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ വീണ്ടെടുക്കാൻ പറ്റും, അതെങ്ങനെ ട്രേസ് ചെയ്യാൻ പറ്റും എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഏറ്റവും അവസാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്തു. അത് ഓപ്പൺ ചെയ്തു. ഇനി നമുക്കതിൻ്റെ ക്വാളിറ്റി മാറ്റണം എന്നുണ്ടെങ്കിൽ
നമ്മൾ ജസ്റ്റ് അതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ക്വാളിറ്റി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ അതിൻ്റെ ക്വാളിറ്റി എനിക്ക് നല്ല ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഏറ്റവും കുറവുള്ളൊരു ക്വാളിറ്റിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് 144 പിക്സലിലേക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ ഒപ്പം തന്നെ അത് ക്വാളിറ്റി നമുക്ക് വലിയ ഒരു ക്വാളിറ്റിയിലേക്ക് 720p HD ക്വാളിറ്റിയിലേക്ക് അത് മാറ്റി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഡാറ്റ കുറവുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നിങ്ങൾ കാണുന്ന യൂട്യൂബ് വീഡിയോൻ്റെ ക്വാളിറ്റി ഏറ്റവും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ ഒരുപാട് സേവ് ചെയ്യാനൊക്കെ സാധിക്കും. ഇനി ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ മാത്രമാണ് കാണുന്നത്. റിപ്പോർട്ട്, ക്വാളിറ്റി, വ്യൂ ഇൻ കാർബോർഡ്, ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന 4 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടി, അതായത് ആ വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ ബാക്ക് വന്നതിന് ശേഷം വീണ്ടും സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് അതിൽ ജനറൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഏറ്റവും അടിയിലേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ എനേബിൾ സ്റ്റാറ്റസ് ഫോർ നേർഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്യാം. അത് എനേബിൾ ചെയ്ത് നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് നമ്മൾ ആ വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ടുള്ള 3 ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നായിട്ട് നിങ്ങൾക്ക് കാണാം. റിപ്പോർട്ട്, ക്വാളിറ്റി, അതിന് ശേഷം സ്റ്റാറ്റസ് ഫോർ നേർഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ വന്നു. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കതിൽ കാണാൻ സാധിക്കും. ഡിവൈസിൻ്റെ പേര്, പിന്നെ അതുപോലെ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും നമുക്ക് ആ ഒരൊറ്റ എന്താ പറയുക ഡീറ്റെയിൽസ് വ്യൂവിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ റൈറ്റ് സൈഡിൽ ഇത്തിരി മുകളിൽ കാണുന്ന ആ ബോക്സിൻ്റെ മുകളിൽ കാണുന്ന ക്ലോസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്. ഇനി യൂട്യൂബ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ബാക്ക് വന്നതിന് ശേഷം നമുക്ക് യൂട്യൂബ് വീഡിയോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ നമുക്ക് ഒരുപക്ഷെ സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇവിടെ കാണുന്ന ഒരു 5 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യം ലൈക്ക് ബട്ടനാണ്, പിന്നെ ഡിസ്ലൈക്ക് ബട്ടൺ, പിന്നെ ഷെയർ ബട്ടൺ ഉണ്ട്, പിന്നെ സേവ് ബട്ടൺ ഉണ്ട്. അപ്പോൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഈ പറയുന്ന വീഡിയോ സേവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓരോ സൈസിലേക്ക് ലോ ക്വാളിറ്റി, അതുപോലെ മീഡിയം ക്വാളിറ്റി, പിന്നെ HD, ഇങ്ങനെ ഒരു 4 ഓപ്ഷനിൽ ഇത് മാത്രമല്ല വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ലോ ക്വാളിറ്റിയിലേക്ക് സേവ് ചെയ്യാന്ന് പറയുമ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലില്ലാത്ത കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് ബാക്ക് പോയതിന് ശേഷം സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജനറലിന് താഴെ ഓഫ്ലൈൻ. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഏത് ക്വാളിറ്റിയിൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഈ പറഞ്ഞ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ലോ ഉണ്ട്, മീഡിയം, ഹൈ, അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോൾ വൈഫൈ ഉള്ളപ്പോൾ മാത്രം നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്താൽ മതിയെങ്കിൽ നമുക്കതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ആഡ് ഓവർ വൈഫൈ ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഗാലറിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്താ പറയുക, യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓഫ്ലൈൻ ആവുന്ന സമയത്ത്, അതായത് നിങ്ങൾ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സേവ്ഡ് എന്ന് പറയുന്ന ഭാഗത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങളെ ഫോണിലെ ഗാലറിയിൽ ഈ വീഡിയോസ് ഒന്നും വീഡിയോ ഫോർമാറ്റിൽ കാണില്ല. പക്ഷേ ഈ ആപ്പിനകത്ത് നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് അങ്ങനെ സേവ് ചെയ്യേണ്ട വീഡിയോൻ്റെ ഡാറ്റ നിങ്ങളെ ഇൻറ്റർണൽ മെമ്മറി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ SD കാർഡിലേക്ക് ഇത് ടിക്ക് ചെയ്യുന്ന വഴി, എനേബിൾ ചെയ്യുന്ന വഴി നിങ്ങളെ SD കാർഡിലേക്ക് ഈ പറയുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ അതിന് തൊട്ട് താഴെ ക്ലിയർ ഓഫ്ലൈൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ റിമൂവ് ഓൾ ക്ലിയർ, അതായത് ക്ലിയർ ഓഫ്ലൈൻ എന്ന് പറയുന്ന ഭാഗം പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ അമർത്തി ഇതുവരെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും. ഇനി വേറൊരു ഓപ്ഷനാണ്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വീഡിയോ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഉള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വീഡിയോസ് ആയിരിക്കും നമ്മുടെ വരുന്ന സമയങ്ങളിൽ നമ്മളെ ഹോം പേജിനകത്ത് കാണിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ടെക്നോളജി വിഷയം അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് സാംസങ് ഗാലക്സി S8 എന്ന് പറയുന്ന ഒരു ഫോണിനെ പറ്റി ഞാൻ സെർച്ച് ചെയ്ത് അതിൻ്റെ ഒരു 3-4 വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ഹോം ബട്ടൺ, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം
ഹോം ബട്ടണിൽ കാണാൻ സാധിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇത് പലർക്കും അബദ്ധം പറ്റുന്നത്, നിങ്ങൾ എന്താ പറയുക, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ കാണുന്ന സമയത്ത് അത് നിങ്ങൾ കൂടുതൽ കാണുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ഹോം പേജിലേക്ക് കൂടുതൽ അതിൻ്റെ സജഷൻസൊക്കെ വരുന്ന സമയത്ത് അത് നിങ്ങളെ ഹോം പേജിൽ കാണിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമല്ല, നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഹിസ്റ്ററി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഹിസ്റ്ററി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്ലിയർ വാച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യാം. വാച്ച് ഹിസ്റ്ററി, അതായത് നിങ്ങൾ ഇപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ഹിസ്റ്ററി നമുക്ക് ക്ലിയർ ചെയ്യാം. അതുപോലെ സെർച്ച് ഹിസ്റ്ററി, നിങ്ങളിതുവരെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തിട്ടുള്ള ഹിസ്റ്ററിയൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. അതുപോലെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ വാച്ച് ഹിസ്റ്ററിയും അതുപോലെ പൗസ് ഹിസ്റ്ററിയൊക്കെ നമുക്ക് എന്താ പറയാം, അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് റെക്കോർഡ് ആവാത്ത രീതിയിലേക്ക് എനേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ്, ഞാൻ ഇതിന് മുന്നേ ഈ ആപ്പിൽ സെർച്ച് ചെയ്ത കീവേഡ്സ് എല്ലാം വന്നിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ പുതിയൊരു കീവേഡ് സെർച്ച് ചെയ്യാണ്. ടെക്ടോക്ക് മലയാളം എന്ന് പറയുന്ന കീവേഡ് ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കിട്ടി. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. സോ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു എന്ന് വയ്ക്കുക. എന്നാൽ നമ്മൾ തിരിച്ചു പോയി നമ്മൾ സെർച്ച് ചെയ്യേണ്ട ഭാഗത്ത് വീണ്ടും സെർച്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കണ്ടോ, ഇവിടെ ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. ഒന്നും ഇതിന് മുന്നേ നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്ടോക്ക് മലയാളം എന്ന് പറയുന്ന കീവേഡ് ഇവിടെ കാണാൻ സാധിക്കില്ല. ഇനി നിങ്ങൾക്കൊക്കെ അറിയാത്തൊരു ചെറിയൊരു അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ പൊടിക്കൈയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നമ്മൾ MX പ്ലെയറൊക്കെ വഴി നമ്മുടെ ഫോണിനകത്ത് ഉള്ള വീഡിയോസൊക്കെ നമ്മൾ ഫോർവേഡ് ചെയ്യാറുണ്ട്, ഫാസ്റ്റ് ഫോർവേഡും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതൊന്നും ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ എങ്ങനെ ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും എല്ലാവരും ചെയ്യാറുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യാറുള്ളത്. പക്ഷേ അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറാറില്ല. അതിപ്പോൾ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അത് ഏത് പോർഷനിലാണ് എന്നുള്ളത് നമുക്കങ്ങനെ കറക്റ്റ് സാധിക്കില്ല. അപ്പം അതിനുള്ളൊരു വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോയുടെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ 2 പ്രാവശ്യം ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാസ്റ്റ് ഫോർവേഡ് ആവും. കണ്ടോ, 10 സെക്കൻഡ് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. ഇത് ഫോർവേഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പിറകിലേക്ക് വീഡിയോ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 10 സെക്കൻഡ് പിറകിലോട്ടും പോവും. കണ്ടോ, ഇങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പം ഇതുപോലുള്ള ഒരുപാട് ടിപ്സും ട്രിക്കുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 3 പേർക്ക് സോണിയുടെ ഹെഡ്ഫോണാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ വരുന്ന 20-ാം തീയതിയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഇന്നിപ്പോൾ ഏകദേശം 15-ാം തീയതി ആയി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ഫോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോ കാണുക, ആ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പം ആ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫുൾ പേര് കമൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നമ്മൾ ഈ വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ കാണുന്ന വീഡിയോ എടുക്കാൻ ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളൊരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവും, ആഡ്സെൻസിൻ്റെ കുറേ പുതിയ പോളിസികൾ, യൂട്യൂബിൻ്റെ പുതിയ കുറച്ച് പോളിസികൾ പ്രകാരം നമ്മുടെ യൂട്യൂബ് ഡെവലപ്പേഴ്സിന്, യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനൊന്നും, അതായത് ഈ വീഡിയോ ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊന്നും കാര്യമായിട്ടുള്ള ബെനിഫിറ്റുകളൊന്നും ഇപ്പോൾ ഇല്ല. കാര്യം വലിയ കമ്പനികളിൽ യൂട്യൂബിൻ്റെ ആഡ് ക്യാമ്പയിനിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങൾ വീഡിയോസ് സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, മാക്സിമം എല്ലാവരുടെ അടുത്തേക്കും എത്തിക്കണം. അങ്ങനെ നിങ്ങളെ കൂടുതൽ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.